ഹായ് ഓൾ, നമ്മുടെ 21 ഡേയ്സ് കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ ഡേ 1 ഓൾറെഡി വീഡിയോ ഇട്ടിരുന്നു. 2ഉം 3ഉം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പൈൻഡ് വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴുള്ളൊരു ഉഷാറ് പിന്നീട് അങ്ങോട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ. PSC പഠിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നതിനേക്കാളും കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും ഇരുന്ന് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. ചിലരൊക്കെ ഈ ജോലി ചെയ്തുകൊണ്ട് PSC പഠിച്ച് ജോലിക്ക് കയറിയിട്ടുള്ളവർ പലരുടെയും കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു ദിവസം വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുന്നത്. പക്ഷെ അവർ ആ സമയം കൊണ്ട് നല്ല സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിച്ച് റാങ്ക് കിട്ടി ജോലിക്ക് കയറുന്നവരാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുക എന്നുള്ളത് ആണ് PSC കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഒരു ചലഞ്ചായിട്ട് നിൽക്കുന്നത്. പലപ്പോഴും റാങ്കിൽ ഉൾപ്പെടാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യവും ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഒരാഴ്ച നല്ല രീതിയിൽ പഠിക്കും, പക്ഷേ 2-3 ദിവസം പിന്നെ അത്രയും അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്യില്ല. ഇപ്രാവശ്യത്തെ ഈ വെക്കേഷന് മുന്നുള്ള ഈ 21 ദിവസം എന്തായാലും 5 മണിക്കൂർ എനിക്കറിയില്ല എല്ലാ ദിവസവും പറ്റുമെന്ന്. പരമാവധി ഇരുന്ന് പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഞായറാഴ്ച വരയ്ക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുള്ളൂ. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും കുറച്ചും കൂടി ടോപ്പിക്ക് കൂട്ടിയിട്ട് വേണം എഴുതാനെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നവരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാ സബ്ജക്റ്റും ഒരു ദിവസം അങ്ങനെ കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഒരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 3-4 സബ്ജക്റ്റൊക്കെയാണ് ഒരു ദിവസം നോക്കാനായിട്ട് പറ്റുന്നത്. എല്ലാം കൂടി ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പക്ഷേ അതെനിക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഞാൻ ഒരു സബ്ജക്റ്റ് തന്നെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 3-4 ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ, ചിലർക്ക് ഓരോ സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു പോകുന്നതാവും ഇഷ്ടം. ചിലർക്ക് ഒരു ദിവസം തന്നെ പല സബ്ജക്റ്റുകൾ കുറച്ചേശ്ശെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഏത് രീതിയിലാണോ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മെച്ചം തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവാം. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർസ് എന്തായാലും എല്ലാ ദിവസവും നോക്കണം തന്നെയാണ് എല്ലാ റാങ്ക് ഹോൾഡേഴ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ കറണ്ട് അഫെയർസ് ഇപ്പോൾ ഈ അടുത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ സിലബസിൽ നല്ല രീതിയിൽ തന്നെ മാർക്ക് ഉള്ളൊരു സബ്ജക്റ്റാണല്ലോ. അപ്പോൾ പിന്നെ കറണ്ട് അഫെയർസ് ഡെയിലി ആയിട്ട് തന്നെ നോക്കാണ്ട് പറ്റില്ല. ഞാനിപ്പോൾ വൊക്കാബ്സ്പീഡിയയുടെ കറണ്ട് അഫെയർസ് തന്നെയാണ് ഇപ്പോൾ കുറേ നാളായിട്ടും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഡെയിലി ഓരോ ദിവസത്തേത് കറണ്ട് അഫെയർസ് ഇടുകയും ചെയ്യും. പിന്നെ മന്ത്ലി കറണ്ട് അഫെയർസിൻ്റെ PDF ആയിട്ട് തരാറുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ വ്യാഴവും വെള്ളിയും പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വെള്ളിയാഴ്ച ലാസ്റ്റ് എത്രത്തോളം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതും മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ വെള്ളിയാഴ്ച വളരെ കുറച്ച് നേരം 5 മണിക്കൂർ പോയിട്ട് അതിൻ്റെ പകുതി വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. വെള്ളിയാഴ്ച ദേവക്കുട്ടിന് ഇവിടെ നല്ല പനിയായിരുന്നു. അപ്പോൾ വൈകിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ശനിയാഴ്ച രാവിലെയൊക്കെ ആയപ്പോഴേക്കാണ് ഒരുവിധം കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിള്ളേർക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അറിയാം, മൊത്തം ഷെഡ്യൂളൊക്കെ മാറിപ്പോവും. ഇനിയിപ്പോൾ ഈ വരുന്ന ശനി ഞായർ പിന്നെ ഈ കമ്മിങ് വീക്ക് അത് നല്ല രീതിയിൽ തന്നെ പോകുന്നു തോന്നുന്നു. പിന്നെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സൺഡേ ആണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഭാഗത്താണ് ആ ശ്രീമൂലം തിരുനാളും ചിത്തിര തിരുനാളും ഒക്കെയാണ് കുറേ അധികം കണ്ടൻറ്റ് അതിൻ്റെ ഉള്ളിൽ പഠിക്കാനുള്ളത്. അതിപ്പോൾ ആയിട്ടില്ല. ആദ്യമുള്ള രാജാക്കന്മാരുടെ അത്രയധികം അങ്ങോട്ട് പഠിക്കാനില്ല. മാർത്താണ്ഡവർമ്മ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ LDCക്ക് മുന്നേ എഴുതി വെച്ചിട്ടുള്ള നോട്ടുകളാണ് കേട്ടോ. അതായത് കുറേ ഈ ടെക്സ്റ്റ് ബുക്കിൽ കുറേ അധികം വായിക്കണം എന്ന് തോന്നുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വർഷങ്ങളൊക്കെ ഒന്ന് ഞാൻ ഒരു പേജിലൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുന്നതാണ് കേട്ടോ. ഇത്രയും വാസ്റ്റായിട്ട് കാണുമ്പോൾ അത് വീണ്ടും വായിക്കാനായിട്ട് തോന്നില്ല. അപ്പോൾ അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഏതെങ്കിലുമൊക്കെ പേജിൽ എഴുതി ഒട്ടിക്കും. അപ്പോൾ ആ ഒരു വർഷങ്ങളും അതിൻ്റെ ആ ഒരു കാലഗണനാ ക്രമം ഒക്കെ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് അതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പിക്ക് മൊത്തത്തിൽ എപ്പോഴും അതെനിക്ക് പഠിക്കാനായിട്ട് അത്ര താല്പര്യമില്ലാത്തൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് പിന്നെ ആദ്യം തന്നെ ഇത് ഇടാമെന്ന് വിചാരിച്ചത്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയുന്നൊരു ടോപ്പിക്കാണ്. ഇതിലിനിപ്പോൾ മെയിനായിട്ട് ഈ 2 ശ്രീമൂലം തിരുനാളും ശ്രീ ചിത്തിര തിരുനാൾ തന്നെയാണ്. അത് സാറ്റർഡേ സൺഡേ ഒക്കെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇംഗ്ലീഷ് പിന്നെ ടെൻസ് തന്നെയാണ് സൺഡേ വരെ നോക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് എപ്പോഴും എനിക്ക് 5 മാർക്കിന് കൂടുതൽ അങ്ങോട്ട് കയറി പോകണില്ല കേട്ടോ. ഇപ്രാവശ്യം ASMനാണെങ്കിൽ 5 മാർക്ക് കിട്ടും ചെയ്തു. ഞാൻ എഴുതിയിൽ 4 തെറ്റിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷിന് ഓരോ ടോപ്പിക്ക് എടുത്തിട്ട് സ്ലോലി പഠിച്ച് പോകാനാണ് വിചാരിക്കുന്നത്. പക്ഷേ എന്നാലും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലൊരു കോൺഫിഡൻസ് കിട്ടണില്ല. മലയാളം ഇപ്പോൾ ആദ്യമൊക്കെ ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് പഠിച്ച് ഇപ്പോൾ മലയാളം വലിയ കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനായിട്ടുണ്ട്.
പിന്നെ SCERT-യിൽ ഈ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ആ ഒരു ചാപ്റ്റർ അതൊക്കെ അത്ര താല്പര്യമില്ലാത്ത ചാപ്റ്റേഴ്സ് തന്നെയാണ്. പക്ഷേ SCERT-യിലത്തെ അത് മുന്നേ പഠിച്ചിട്ട് ഉണ്ട്. പിന്നെ ഈ ASM-ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ഫാൽക്കൺ PSC-യിലത്തെ ആ സാറിൻ്റെ ഒരു മാരത്തോൺ ഫുള്ളായിട്ട് ഈ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് SCERT-യും കൂടിയാണ് വായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ക്വസ്റ്റ്യൻസ് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നീട് അത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യണം. നമ്മളെങ്ങനെയൊക്കെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും നമ്മുടെ മാർക്ക് വരാൻ പോകുന്നത്. അത് എല്ലാ റാങ്ക് ഹോൾഡേഴ്സും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം റിവിഷൻ ചെയ്യാൻ പറ്റണോ അത്രയും പ്രാവശ്യം ചെയ്യുക. സപ്പോസ് ഒരു ഭാഗം പഠിക്കാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന ഭാഗങ്ങൾ റിവിഷൻ ചെയ്ത് നല്ല തറവായിട്ടുണ്ടാവണമെന്ന് ഉറപ്പ് വരുത്തണം എന്ന് തന്നെയാണ് എല്ലാവരും പറയണത്. ഇനി വരുന്ന കമ്പനി ബോർഡ്, ബെവ്കോ LTC, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇതിലേതിലെങ്കിലുമൊക്കെ ഒരെണ്ണത്തിൽ കയറാൻ പറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ ഈ വ്യാഴം വെള്ളിയും കൂടിയിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ 5 മണിക്കൂർ പഠിച്ച് എത്തിക്കാൻ പറ്റിയിട്ടില്ല ഒറ്റ ദിവസവും. ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ അറിയില്ല, ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കണം, അതിലും കൂടുതൽ പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ലാസ്റ്റ് 3 ദിവസവും അങ്ങനെ പറ്റിയിട്ടില്ല. പിന്നെ PYQ ഈ 2 ദിവസം ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള PYQ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ചെയ്തിട്ടില്ല. ഇംഗ്ലീഷും മലയാളം മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെടുത്ത് ചെയ്യാണ് ചെയ്തത് 2 ദിവസവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ദിവസങ്ങളിലെ വീഡിയോസിലൂടെ കാണാം. ഓക്കെ, ബൈ.